ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1952. ഇന്ന് മെയ് മാസം 5-ാം തീയതി 125-ാമത്തെ ദിവസത്തിലെത്തി. പത്രോസും ഒപ്പം 6 സഹപ്രവർത്തകരും, അങ്ങനെ 7 പേരുടെ സംഘം തങ്ങളുടെ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് അതിലൊരുവനായ യോഹന്നാൻ ശ്ലീഹ എഴുതുന്നുണ്ട് തന്റെ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിൽ. അവനവനെക്കുറിച്ച് തുറന്നെഴുതുകയും പറയുകയും ചെയ്യുക, ഒട്ടും ലജ്ജയില്ലാതെ. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒന്നും മറച്ചു വെക്കാതെ എഴുതുക. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ശമോൻ പത്രോസിന്റെ നേതൃത്വത്തിലായിരുന്നു. ഒന്നാന്തരം മുക്കുവനാണ്. ഒപ്പമുള്ളവരും ഒട്ടും മോശക്കാരല്ല. മീൻ പിടിക്കാനായിട്ട് പോകുക എന്ന വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് 6 സംഘവും അദ്ദേഹത്തോടൊപ്പം കൂട്ടുചേരുന്നത്. പക്ഷേ അവർ വള്ളത്തിൽ കയറി പോകുന്നു. ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഇത്തരം ചില രാത്രികളും ഇത്തരം ചില പകലുകളും ആവർത്തിക്കുന്നുണ്ട്. വല്ലാതെ നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. പ്രയത്നങ്ങൾക്ക് വിഫലമായി പോകുന്ന രാവും പകലും. എന്താവാം കാരണം കണ്ടെത്താൻ പോലും ഒരുപക്ഷെ പറ്റുന്നവരില്ല. എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടാവും. ഒരു കാര്യം മാത്രമാണ് ഈ നല്ല പുലരിയിൽ നമ്മൾ യേശു സന്നിധിയിൽ ഒന്ന് ധ്യാനിക്കേണ്ടത്, കണ്ടെത്താനായിട്ട് അന്വേഷിക്കേണ്ടതും ശ്രമിക്കേണ്ടതുമൊക്കെ. അവിടുത്തെ വിട്ടിട്ടാണോ നമ്മൾ ചില അധ്വാനങ്ങളിൽ വ്യാപൃതരാകുന്നത്? നമ്മൾ ചില സ്വപ്നങ്ങളിൽ മുഴുകുന്നതും നമ്മൾ ചില സഞ്ചാരങ്ങൾ നടത്തുന്നതുമൊക്കെ അവിടുത്തെ ഉപേക്ഷിച്ചിട്ടാണ്? അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വലിയ ആപത്തും അപകടവും ഉണ്ടല്ലോ. വരാൻ പോകുന്ന ചില സംഗതികളെ ഓർത്തല്ല ആപത്തും അപകടവും എന്ന് പറഞ്ഞത്. യേശു എന്ന് പറയുന്ന സാന്നിധ്യത്തെ തന്നെ വിട്ടിട്ടുള്ള നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെയ്തികളും ആപത്ത് നിറഞ്ഞതാണ്. അതിനകത്തൊരു വെളിച്ചമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഫലം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എല്ലാം വിഫലമാകാനാണ് സാധ്യത. ഓരോരുത്തരും ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് വരുത്താനായിട്ട് കുറെ കൂടി അവിടുത്തോട് മിണ്ടിത്തുടങ്ങണം. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ അല്പകാര്യങ്ങൾ നീ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ വലിയ കാര്യങ്ങൾക്ക് ഞാൻ അധികാരിയാക്കുമെന്ന് പറഞ്ഞ ആ വചനവും നമുക്ക് നോക്കാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒന്ന് മിണ്ടിപ്പറഞ്ഞ് പങ്കുവെച്ചു പോകുന്ന ഒരു നല്ല സമ്പ്രദായം, നല്ല സ്വഭാവം എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.